ഹലോ, അപ്പം ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കളറൊക്കെ മാറി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ തന്നെ നമ്മളിനി കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലെ ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ കളറ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പതുക്കെ ആയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാരമലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് വീണ്ടും ഒന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കേക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കരുത്. അങ്ങനെ അടിച്ചെടുത്താൽ കുരുവൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് കയ്പ്പായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നമുക്കിത് കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് 1/2 കപ്പ് എടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജാം ചേർത്ത് കൊടുത്താലും മതി. ഏതെങ്കിലും ഫ്ലേവറിലുള്ള ജാം ചേർത്താലും മതി. ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരിയും 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മിക്സഡ് ആയിട്ട് എടുത്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും യെല്ലോ കളറിലുള്ള ഉണക്കമുന്തിരിയും 1/4 കപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈഡ് ഫിഗ് ആണ് കേട്ടോ, അത്തിപ്പഴം ഇല്ല, അതൊരു 2 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്, അതൊരു 1/4 കപ്പും, അതുപോലെ ഒരു 1/4 കപ്പ് ബദാമും എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയുടെ നീരില്ലേ, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ജിഞ്ചർ പൗഡറായിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഒന്ന് ഈ ഒരു സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാതും ഒന്ന് വറ്റി വരും. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാതും താഴെ പോയി കിടക്കാതെ ഇടയിലായിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും, ഇതുപോലെ സിനമൺ പൗഡർ ഇല്ലേ, നമ്മളെ പട്ട പൊടിച്ചത്, അതൊരു 1/4 ടീസ്പൂണും, അതുപോലെ ഗ്രാമ്പു പൊടിച്ചതും ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഇതൊരു 3 തവണയായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/3 കപ്പ് ഷുഗറാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ തന്നെ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കാരമൽ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നിച്ച് അടിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ആയിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു വിസ്ക് തന്നെ വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്കൊരു മരത്തിൻ്റെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സ്പാച്ചിൽ കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കേക്ക് കുറച്ച് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 9 ഇഞ്ചിൻ്റെ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നായാലും കുഴപ്പമില്ല. കേക്ക് ടിന്നിൽ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഓവൻ ഇല്ലാണ്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊരു കട്ടിയുള്ള പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി ഈ ഒരു കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.25 തൊട്ട് 1.5 മണിക്കൂർ വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. എനിക്കിതിവിടെ ബേക്കായി കിട്ടാനായിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും ഞാനൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തതാണ്. അപ്പോൾ ടോട്ടലി 1.5 മണിക്കൂർ എനിക്കിതിവിടെ കുക്കായി വരാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി മാറി വന്നാൽ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റിയിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഈ ഒരു കേക്ക് നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം വെച്ചാലാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. റാപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ടും ഡ്രൈ ആവാണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ചി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ കേക്കിൽ ഇട്ട് കൊടുത്ത ആ ഫ്രൂട്ട്സ് ഒന്നും അടി പോയി കിടക്കാണ്ട് കറക്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്